പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ രാധനെ കാണിക്കുന്നത് രാധ മാഷിൻ്റെ അടുത്തേക്ക് മാഷ് ആ, പറഞ്ഞിരുന്ന ബുക്കുമായിട്ട് വരുന്നുണ്ട്. എന്നാ മാഷ് പറഞ്ഞ ബുക്ക് കിട്ടിയോ? കിട്ടിയിട്ട് 2 ദിവസമായി. എനിക്ക് നേരില്ലാത്ത കാരണം അങ്ങോട്ട് വരാഞ്ഞെന്ന് പറയും. നന്നായി. ഇതിൻ്റെ കഥ നിനക്കറിയോ എന്നൊക്കെ ചോദിച്ച് അതിലെ കഥയും ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് ഒരു കുതിരയുടെ കഥയൊക്കെ ഇനി എനിക്കറിയാച്ചാ ഞാനിത് കേട്ടിട്ടുണ്ടും പഠിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ വിശ്വം പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ ഭാഗ്യം എന്ന് പറയും. അതിലൊരു കുതിര പറയുന്നൊരു വാക്കുണ്ട്, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വിശ്വം ഒന്നും മിണ്ടില്ല. കഷ്ടപ്പെടാൻ മാത്രം ഒരാൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനത്തെ ഒരു കുതിരയുടെ അവസ്ഥയാണ് എനിക്ക്. അവസാനം എവിടെയെങ്കിലും വീണ് മരിക്കുമ്പോൾ അതിൻ്റെ ആ ശവം കൂടി എൻ്റെ മക്കൾ വിൽക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബുക്ക് തന്നതിന് രാധയോടും നന്ദിയും പറഞ്ഞ് മാഷ് അകത്തേക്ക് പോകും. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു മൗനമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം രാധ ചെന്ന് വിശ്വനോട് ചോദിക്കുന്നുണ്ട്, വിശ്വേട്ടൻ എന്തെങ്കിലും ജോലിക്ക് പോകൂടെ? എൻ്റെ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ ഓട്ടോ ഓടിക്കാൻ വാ, ഞാൻ പഠിപ്പിച്ച് തരാമല്ലോ എന്നൊക്കെ പറയും. അതെ, ഓട്ടോ ഓടിക്കുമ്പോഴേ ഓട്ടോ ഇങ്ങനെ കിടന്ന് കുലുങ്ങൂല, അതെനിക്ക് പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീജയ്ക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഭേദ പറയും, വിശ്വേട്ടാ ഞാനൊരു കാര്യം പറയാൻ മറന്നു. വിശ്വേട്ടന് ബയോഡാറ്റ അയച്ചു കൊടുത്തില്ലേ, ആ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനടി അവൾ എന്തെങ്കിലും ഒരു മറുപടി പറയും. എന്തായാലും വിശ്വേട്ടന് ജോലി ഉറപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നേരാണോ വേദയെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. അതെ, നേരിനേട്ടെത്തി എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നന്ദിനിക്കും അതുപോലെ തന്നെ രാധയ്ക്കും പെട്ടെന്ന് കുശുമ്പാവുന്നുണ്ട്. ജോലി എന്ത് ജോലിനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കമലമ്മയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യമാണ് വരുന്നത്. പിന്നെ എന്ത് ജോലി ആയാലും എന്താ അങ്ങോട്ട് ചെയ്യന്നെ എന്ന് പറയും. അതന്നെ എന്ത് ജോലി ആയാലും ചെയ്യാം എന്ന് പറഞ്ഞ് കമല ചീത്ത പറയുന്നുണ്ട്. പിന്നീട് നന്ദിനിക്ക് ഡ്രസ്സ് തയ്ച്ചത് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് രാധ. എന്നിട്ട് നേട്ടത്തി ഞാനത് മറന്ന് പറഞ്ഞപ്പോൾ നീ അത് കൊണ്ടുവന്നല്ലേ, നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞങ്ങളുടെ വിക്രമിനെ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയും. നീ ഇനി വരുമ്പോഴേ മരപ്പട്ടിക്ക് ഉള്ള വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, ഉടുമ്പരായതുകൊണ്ടെന്ന് തോന്നുന്നു രാധേ, ഇവിടെ ഒരു മരപ്പട്ടി കയറി കൂടിയിട്ടുണ്ടെന്ന് പറയും. അപ്പം തന്നെ വേദ പറയുന്നുണ്ട്, ഏട്ടത്തി സൂക്ഷിച്ചും കണ്ടൊക്കെ വിഷം കൊടുത്തോളൂട്ടാ, അല്ലെങ്കിൽ പണി കിട്ടും, 2 ലക്ഷം രൂപയും 3 വർഷം തടവുമെന്നൊക്കെ പറയും. അപ്പം പിന്നെ പെട്ടെന്ന് നന്ദിനി ചാടി എഴുന്നേൽക്കും. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണം, പേടിക്കണം, അത് പേടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അത്രയ്ക്കും വലിയ കേസൊക്കെയാണെന്ന് പറയും. പിന്നെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഏട്ടത്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അങ്ങോട്ട് വേദ ഒരു കൊട്ട് കൊടുത്തപ്പോൾ നന്ദിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ചായ ഓരോരുത്തർക്കുള്ള ചായ കൊടുക്കും. ഒരു ചായ ബാലൻസ് ഉണ്ടാവും. ഇതാർക്കാണെന്ന് ചോദിക്കും. അത് അച്ഛനായിരുന്നു എന്ന് പറയും. അച്ഛൻ പോയി, എന്നാൽ വിക്രമിന് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അയ്യോ മോളെ വേണ്ട, വിക്രമിന് ഈ നേരത്ത് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ച് ചായ കൊടുത്താൽ അത് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാവും എന്ന് പറയും. അതെന്ത് പ്രശ്നമെന്ന് ചോദിക്കും. വിക്രമിനെ ചായ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറയും. അങ്ങനെ രാധ ആ ചായ മേടിക്കുമ്പോൾ കമലാമ്മ പറയും, രാധേ വേണ്ട എന്ന് പറയും. ഇല്ലമ്മ ഞാൻ കൊണ്ടുകൊടുത്തിട്ട് വരാമെന്ന് പറയും. എടി അവ ചീത്ത പറയൂടി എന്ന് നന്ദിനി പറയുമ്പോൾ ചീത്ത കേട്ടോട്ടെ കുഴപ്പമില്ല എന്നും പറയും രാധ. എന്നിട്ട് ആ ചായ എടുത്തിട്ട് രാധ തിരിഞ്ഞ് നടക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരും. വേദ പറയും, രാധേ അതവിടെ വെക്കിയെന്ന് പറയും. വിക്രമിന് ചായ ഞാൻ കൊടുത്തോളാം. വിക്രമിന് ഞാനൊരു ചായ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല വേദേ, ഇതിന് മുന്നേ ഞാൻ പലതവണ വിക്രമിന് ചായ കൊടുത്തിട്ടുണ്ട്. ചായ മാത്രമല്ല, വേണമെങ്കിൽ ഞാൻ ഊണും കൊടുക്കും. അപ്പോൾ പിന്നെ വേദ പറയും, അതെ ഇതിന് മുന്നേ നീ ചായയും ഊണൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഇപ്പോൾ വേണ്ട, ഇപ്പം അതിന് ആളുണ്ട്, ഇപ്പോൾ ഒരാളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ കൊടുക്കേണ്ട ആവശ്യമില്ല, നീ നിൻ്റെ കാര്യം നോക്കി വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറയും. എന്നിട്ട് അപ്പോൾ പിന്നെ രാധയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ രാധ ആ കയ്യിലിരുന്ന ചായ ഗ്ലാസ്സിൽ നിന്ന് പകുതി കുടിക്കും. എന്നിട്ട് പറയും, വേദരയെ കൊടുത്തിട്ട് പറയും, ഇത് നീ കൊണ്ട് വിക്രമേട്ടന് കൊടുക്കാൻ പറയും. രാധ ആ ചായ അങ്ങനെ തന്നെ വേദ ആ ചായ അങ്ങനെ തന്നെ വലിച്ചെറിയും. എന്നിട്ട് വേദയുടെ കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ്സുമായി വിക്രമിൻ്റെ റൂമിലേക്ക് പോകും. അപ്പോൾ അമ്മ പറയും, മോളെ വേണ്ട, അവൻ ചീത്ത പറയും, പോയിട്ട് വരട്ടെ അമ്മ, 2 ചീത്ത കേൾക്കട്ടെ എന്ന് നന്ദിനിയും പറയും. അതിനുശേഷം വിക്രമിൻ്റെ മുറിയിൽ ചെന്ന് വിക്രം എന്ന് വിളിക്കും. പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേൽക്കും. ആരാണത്, അടിച്ച് നിൻ്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വേദന കാണും. അങ്ങനെ വേദ പഴയ തെറി പറയുന്നൊക്കെ ഒരു ഭാഗം ഓർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു ഭാഗം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയവരെല്ലാവരും ആകാംക്ഷയോടെ നിൽക്കണം. മോളെ വഴക്കും ഒച്ചയൊന്നും കേൾക്കണില്ലല്ലോ എന്ന് കമലാമ്മ ശ്രീജയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ പറഞ്ഞത് മുഴിപ്പിക്കുന്നില്ലേ, ബാക്കി പറയ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് സ്വപ്നം കണ്ടാന്ന് പറയും. എന്നാ ചായ എന്ന് പറഞ്ഞ് ചായ കൊടുത്ത് കഴിയുമ്പോൾ വേദ അങ്ങനെ പുഞ്ചിരിച്ച് വരുമ്പോൾ, മോളെ അവന് വഴക്കൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും ശ്രീജ. എന്തിന്? വേദ അങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയ്ക്കും വലിയ സന്തോഷമാവും. അതിനുശേഷം
നമ്മുടെ രാധയോടായി പറയുന്നുണ്ട്. അതെ ഈ സമയത്ത് നല്ല ഓട്ടം കിട്ടുന്നതല്ലേ, നിനക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കാതെ നിനക്ക് നിന്റെ പണി നോക്കി പൊക്കൂടെന്ന് ചോദിക്കും. എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയാം, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ടാന്ന് പറയും. ഞാൻ ഇനിയും ഈ വീട്ടിലേക്ക് വരും എന്നും പറയും. ഞാൻ വിക്രമേട്ടനെ കാണുകയും ചെയ്യും മിണ്ടുകയും ചെയ്തൊക്കെ പറയും. ഒരു നാണവും മാനവും ഇല്ലാണ്ട് രാധ അങ്ങനെ പറയുമ്പോൾ വേദ ഒന്നും മിണ്ടില്ല. തിരിച്ച് തന്നെ മറുപടി പറയാമെന്ന് വിചാരിച്ചെങ്കിലും കൂടി വേദ അങ്ങനെ വിഴുങ്ങണ്. അതിനുശേഷം രാധ ചാടി തുള്ളിപ്പോകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. രാധ പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ വേദ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതിനുശേഷം വേദ കുളിക്കാനായിട്ട് പോകുന്നതാണ്. കുളിക്കാൻ പോകുന്ന സമയത്ത് നന്ദിനി വേഗം പൈപ്പ് കണക്ഷൻ്റെ ഇതോട്ട് കൂട്ടിയിടും. എന്നിട്ട് പറയും, വേദേ നീ കുളിക്കാൻ പോകണമെന്ന് ചോദിക്കും. അതെ എന്തേന്ന് ചോദിക്കും. അയ്യോ ടാങ്കിൽ വെള്ളമില്ല എന്ന് പറയും. അതിപ്പോൾ മോട്ടർ ഇട്ടാൽ പോരെ. കറണ്ടും ഇല്ല എന്ന് പറയും. വേണേ 3-4 ബക്കറ്റ് വെള്ളം അവൾ കോരി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കോരി കുളിക്കാനായിട്ട് പോകും. വേദനെങ്കിൽ ആ സമയത്ത് വള ഊരി വെച്ചിട്ടുണ്ടാവും. നന്ദിനി എനിക്ക് ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് വിക്രമിനെ കാണിക്കുന്നത്, വിക്രമിനെ ശ്രീനു സാർ വിളിക്കുന്നുണ്ട്. ശരി ഞാൻ വരാം സാറേ എന്ന് പറയും. വേദന വള ഊരി വെച്ച സ്ഥലത്ത് തന്നെയായിരുന്നു വിക്രം ഫോൺ ചാർജ് ചെയ്തിട്ടിരുന്നതും. അതിനുശേഷം അമ്മ ഞാൻ പോകണ്, ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, അതൊന്ന് ശരിയാക്കാൻ പറയാനൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞ് വിക്രം പോകും. പിന്നെ കാണിക്കുന്നത് വേദന വീടിന്. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വേദയും വിക്രവും തമ്മിൽ പരസ്പരം മാല ചാർത്തിയ കാര്യമാണോ? അതാണെങ്കിൽ നീ പറയാൻ നിൽക്കണ്ട, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് അതിൻ്റെ വിഷ്വലും കണ്ട്. ഇനി കൂടുതൽ എന്ത് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ എത്രയായ സ്ഥിതിക്ക് എന്ന് ചോദിക്കും. നമുക്ക് അവിടെ ഒന്ന് അംഗീകരിച്ചൂടെ എന്ന് വെച്ചാൽ ആ ഗുണ്ടനെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റണമെന്ന് ചോദിക്കും. അവൾ നമ്മുടെ മകളല്ലേ എന്ന് ചോദിക്കും. ആയിരുന്നു. ഇന്നലെ അവൾ എൻ്റെ കഴിഞ്ഞ പിറന്നാളിന് അവൾ വന്നത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പം ഞാൻ അവളെ സ്വീകരിച്ചില്ലേ. അവൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, താലിയോട് കൂടിയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ അടുത്ത് അവൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവൾ നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. അവൾ അവൻ്റെ കൂടെ തന്നെ തിരിച്ചു പോയി. അത് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കൂടെ ഒരു ഉരുള ചോറുണ്ണാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കും. അതെ ഒരു ഉരുള ചോറുണ്ട് അവൾ പോയില്ലേ, അത് പോട്ടെ. ഇനി മൂത്ത മകളുടെ സ്വഭാവദൂഷ്യം, അതുപോലെ മൂത്ത മകളുടെ പ്രവൃത്തി കണ്ട് ഇളയ മകൾ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ മുന്നേ അവളുടെ കല്യാണം നടത്തണം എനിക്ക്. ഇനി അതുള്ളൂ എൻ്റെ മുന്നിൽ, എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക് പത്മയെന്ന് പറയുമ്പോൾ പത്മ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയണ്ട, അവളെക്കുറിച്ച് ഞാനിനി ഓർക്കുന്ന പോലില്ല എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ദേഷ്യപ്പെടും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിശ്വം ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തോക്കെ ഇങ്ങനെ കുറിക്കുന്നുണ്ട്, തിന്നണ്. ആ സമയത്ത് മാഷ് ഇങ്ങനെ പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കൊക്കെ നോക്കി എഴുതിയും കടലാസിൽ എഴുതിയും കുറിച്ചും. അങ്ങനെ കമലാമ്മ ചായയായി വന്നപ്പോൾ 11,500 രൂപ കൊടുത്തിട്ട് പറയും, ഇന്നാ 11,500 രൂപയുണ്ട്, പലചരക്ക് കടയിൽ 4,500 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാശും നുള്ളിപ്പറക്കി എൻ്റെ കയ്യിൽ തന്നാൽ മാഷിന് പുറത്തേക്ക് പോകുമ്പോൾ വല്ലതുണ്ടോ? ആ ഉണ്ട്, പുറത്തുനിന്ന് ഭക്ഷണം കള്ളപ്പലഹാരം തിന്നാനും കറങ്ങി നടക്കാനുള്ള കാശ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയല്ലാന്നറിയാം, എന്നാലും എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വാഴര കന്ന് കൊടുക്കാനുണ്ടല്ലോ, അത് മതി എന്ന് പറയും. അതിനുശേഷം വിശ്വത്തിന് 1,000 രൂപ കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അവൻ ഈ മാസം ലാസ്റ്റ് തരും. അവൻ എവിടെ നിന്ന് തരും? സ്ത്രീജന ശരീരത്തിൽ വല്ല പൊന്നുണ്ടെങ്കിൽ അതും കൂടെ പണയം വെച്ചിട്ടോ. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാണ്ട് ജീവിച്ചാൽ മതി, വെറുതെ ഇരിക്കുന്ന ആളല്ലേ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകും. പിന്നാലെ അമ്മയും പോകും. വേദന ഈ മുറിയിൽ വരുമ്പോൾ വള കാണുന്നില്ല. വേദ അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ അന്വേഷിക്കണേന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറയും എന്താണെന്നുണ്ടെങ്കിലും നോക്കാമെന്ന് പറയും. ആ സമയത്ത് വിനായകനും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ഒരു വള കാണാനില്ല അമ്മയെന്ന് പറയും. ഓ വളയാ, അത് ഇവിടെ ഉണ്ടാവും എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഇപ്പം അത് വരവൊക്കെ ആയിരിക്കില്ലേ, അത് പോയപ്പോൾ എന്തുണ്ടാവും, എന്ത് നഷ്ടം വരാനാണെന്ന് പറയുമ്പോൾ മാഷ് കമലാമ്മനോട് പറയുന്നുണ്ട്, ഗ്യാരണ്ടീൻ്റെ വളയെന്ന് വെച്ചിട്ട് പറയും. കമലെ അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് കൊടുക്ക്, അതെന്താണെന്ന് വെച്ചാൽ മേടിച്ചോട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് കുറ്റാവും, അതിൻ്റെ ഭാരം കൂടെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛാ ആ വള വേദന കൈമ കിടന്നിരുന്നത് സ്വർണ്ണമാണ്, 2.5 പവൻ്റെ സ്വർണ്ണമാണെന്ന്. 2.5 പവനുണ്ടോ ഒരെണ്ണം എന്ന് പറഞ്ഞപ്പോൾ 2.5 പവനോ, ഇന്നത്തെ വില വെച്ച് 1.5 ലക്ഷം രൂപ കൂടുതൽ വരില്ലേന്ന് ചോദിക്കും. അത് പിന്നെ എവിടേക്ക് പോകാനെന്ന് പറയും. പേടിക്കേണ്ട, അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, 2 ഒരെണ്ണല്ലേ കാണാത്തതെന്ന് പറയും. മോളെ നീ ഇവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ തന്നെയാണ് അമ്മ വെച്ചതെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ വള നോക്കി നടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് വിക്രമിനെ കാണിക്കുന്നത്, വിക്രം മാഷിൻ്റെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. ശ്രീനിവാസൻ സാറ് വിക്രമിനോട് മാല വേദന കഴുത്തിൽ എല്ലാവരുടെ മുന്നിൽ ഇട്ടതിലാണോ നിനക്ക് വിഷമം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നല്ല,
സാറ് പട്ടയ വിതരണം നടത്തിയത് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്. അതിനിടയിൽ എൻ്റെ പേര് വന്നല്ലോ. അതൊന്നും വേണ്ടായിരുന്നു. അത്രയ്ക്കൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു? നിന്റെ യോഗ്യത നീയല്ല അളക്കേണ്ടത് ഞാനാണ്. നീ എന്ന് തുടങ്ങി എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. ഇനിയും നിനക്ക് ഞാനൊരു സന്തോഷ വാർത്ത തരുന്നുണ്ട്. ഈ പാർട്ടിയിൽ നല്ലൊരു യുവ നേതാവില്ല. നിന്നെ ഞാൻ യുവ നേതാവാക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ സാർ എന്തീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് നിന്നെപ്പോലെ സത്യസന്ധനും ആത്മാർത്ഥതായ ഒരു ചെറുപ്പക്കാരനാണ് ഇനി ഈ പാർട്ടിയിൽ വേണ്ടത്. അതുകൊണ്ട് നിന്നെ ഞാൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. അതിലൊരു മാറ്റവും ഇല്ല എൻ്റെ തീരുമാനത്തിൽ എന്ന് പറഞ്ഞപ്പോൾ വിക്രം അങ്ങനെ ആകെ വിഷമത്തോടെയും സന്തോഷത്തോടെയൊക്കെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ്. വീട്ടിലെല്ലാവരും വളയന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞ് നടക്കുകയാണ്. അത് വിക്രം എടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് മാഷ് ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.